നവംബർ 9 മലപ്പുറത്ത് നടക്കുന്ന GIO മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം മുസ്ലിം മതസ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസമടക്കമുള്ള അവരുടെ സർവ്വവിധ ശാക്തീകരണത്തിനും പൊതുജന സേവനത്തിനുമായി വിശ്വാസികൾ കാലാകാലങ്ങളിൽ ദൈവമാർഗത്തിൽ നീക്കിവെക്കുന്ന സ്വത്തുക്കളാണ് വഖഫ്. ഇന്ത്യയിൽ ധാരാളം വഖഫ് സ്വത്തുക്കളുണ്ട്. അവയെ അംഗീകരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. പലതവണ വഖഫ് നിയമങ്ങൾ ഭേദഗതിക്ക് വിധേയമായിട്ടുണ്ട്. 1954 വഖഫ് ആക്ട് 1995 സമഗ്രമായി ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു. 2013 അത് വീണ്ടും ഭേദഗതിക്ക് വിധേയമായി. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിനും സംരക്ഷണത്തിനും ആവശ്യമായ സ്ഥാപന സംവിധാനങ്ങളും ട്രിബ്യൂണലുകളും ഉണ്ടായിരിക്കെയാണ് ഇപ്പോൾ പുതിയ വഖഫ് ഭേദഗതി ബിൽ 2024 കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്നത്. ലോകസഭയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വിശദ പരിശോധനയ്ക്കും കൂടിയാലോചനയ്ക്കുമായി നിർദ്ദിഷ്ട ബിൽ ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. രേഖപ്രകാരം വഖഫ് ചെയ്യപ്പെടാത്ത എന്നാൽ പതിറ്റാണ്ടുകളായി വഖഫ് സ്വത്തായി കണക്കാക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന കൽപ്പിത വഖഫ് സ്വത്തുക്കൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. പുതിയ ബിൽ പ്രകാരം ഇതിനെ വഖഫ് സ്വത്തായി പരിഗണിക്കില്ല. വഖഫ് സ്വത്ത് കണ്ടെത്തി സംരക്ഷിക്കാൻ സർവേ അധികാരം ഇനി കളക്ടർമാർക്കായിരിക്കും. മതഭേദമന്യേ വഖഫ് ചെയ്യാനുള്ള നിയമസാധുതയും ഈ ബിൽ ഒഴിവാക്കിയിരിക്കുന്നു. ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും മാറ്റം വരുത്താനുള്ള നിർദ്ദേശമുണ്ട്. വ്യത്യസ്ത വിദഗ്ധ മേഖലകളിൽ നിന്നുള്ള ബോർഡ് അംഗങ്ങൾ മുസ്ലിം ആയിരിക്കണമെന്ന നിബന്ധന പുതിയ ബിൽ എടുത്തു കളഞ്ഞിരിക്കുന്നു. അമുസ്ലിം പ്രതിനിധികൾ ബോർഡിൽ ഉണ്ടാകണമെന്ന പുതിയ നിബന്ധനയുമുണ്ട്. തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം നിർണ്ണയിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കാണ് നൽകിയിരിക്കുന്നത്. വഖഫ് ട്രിബ്യൂണലിൻ്റെ ഇതടക്കമുള്ള പല അധികാരങ്ങളും ബിൽ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഈ പുതിയ നിയമങ്ങളും ഭേദഗതികളുമെല്ലാം വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുവാനും പുതിയ കയ്യേറ്റങ്ങൾക്ക് അവസരം നൽകുവാനും നിലവിലെ കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകുവാനും ഉള്ളതാകുന്നു. വഖഫ് സ്വത്തുക്കളെ നിരന്തര തർക്ക മേഖലകളാക്കി മാറ്റുവാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് ഈ പ്രമേയം നിരീക്ഷിക്കുന്നു. വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കെ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഭേദഗതിയാണ് പുതിയ ബിൽ എന്ന വാദം കളവാണ്. നിലവിലെ വഖഫ് നിയമങ്ങൾ ഏകപക്ഷീയമായി അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഭരണകൂട ശ്രമം ചോദ്യം ചെയ്യപ്പെട്ടുവെന്നത് ഈ സന്ദർഭത്തിലും പ്രതീക്ഷാർഹമായ മാറ്റമായി കാണണം. 10 വർഷത്തിനു ശേഷം ആദ്യമായി ഒരു നിയമനിർമ്മാണം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ഉയർന്നുവരുന്ന പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ശുഭ സൂചനകളാണിത്. സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന മുസ്ലിം വിരുദ്ധ അപരവൽക്കരണ നയങ്ങൾ തുടർച്ചയാണ് ഈ വഖഫ് നിയമ ഭേദഗതി. അതിനാൽ വഖഫ് ബിൽ 2024 മുഴുവൻ വ്യവസ്ഥകളെയും ഈ പ്രമേയം തള്ളുന്നു. സംഘ് പരിവാർ അണിയറയിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധവും ന്യൂനപക്ഷ വിരുദ്ധവും ദളിത് വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സമാന നിയമ ഭേദഗതികളും നിയമപരമായും രാഷ്ട്രീയമായും ശക്തിയുക്തം നേരിടണമെന്ന് രാജ്യത്തെ മുഴുവൻ ജനതയോടും ഈ പ്രമേയം ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.